ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ നമ്മൾ ഓരോ സെഷനുകളിലും 5 ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് സബ്ജക്ട് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മൈക്രോബയോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് കേട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് വരുന്ന എക്സാമിന് അത് വളരെ യൂസ്ഫുൾ ആവും എന്നുള്ളത് ഷുവർ ആണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് മിക്കവാറും ചോദിച്ചേക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മൈക്രോബയോളജിയിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ കളർ ഓഫ് കോളനീസ് ഓഫ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ഓൺ ന്യൂട്രിയന്റ് അഗാർ? ന്യൂട്രിയന്റ് അഗാറിൽ സ്റ്റെഫിലോകോക്കസ് ഓറിയസിന്റെ കളർ എന്താണ്? സ്റ്റെഫിലോകോക്കസ് ഓറിയസിന്റെ കോളനീസിന്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി പിങ്ക്, ഓപ്ഷൻ ബി വയലറ്റ്, ഓപ്ഷൻ സി റെഡ് ആൻഡ് ഓപ്ഷൻ ഡി യെല്ലോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം സ്റ്റെഫിലോകോക്കസ് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം എന്താണ്? അതിന്റെ പേരാണ്. പേരിൽ എന്താ ഉള്ളത്? സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. അതിന്റെ പേരിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. സ്റ്റെഫിലോകോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ കോക്കസ്, ഒരു കോക്കയാണ്. സ്റ്റെഫൈലോ മീൻസ് എന്താണ്? ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്? ക്ലസ്റ്റേഴ്സ് ഓഫ് കോക്ക ആയിട്ടാണ്. കോക്കയെ എന്തെന്ന് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നു. അതാണ് എന്ത്? സ്റ്റെഫൈലോ കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഓറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗോൾഡൻ കളർ, ഗോൾഡൻ പിഗ്മെന്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന ഒരു ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുള്ള പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു ക്ലസ്റ്ററിലേക്ക് അറേഞ്ച്മെന്റിൽ കാണുന്ന ഒരു കോക്കയാണ് എന്ത്? സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ മൈക്രോബയോളജി പഠിക്കുമ്പോൾ എപ്പോഴും എന്താ ചെയ്യണം? ആ ഒരു ഓർഗാനിസത്തിന്റെ പേര് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഒന്നെങ്കിൽ അത് ഡിസ്കവർ ചെയ്തിട്ടുള്ള ആളോ, ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളോ, അതല്ലാന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സുകളോ ഒക്കെ നിങ്ങൾക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഒട്ടുമിക്ക എന്താണ് പറയാ ഓർഗാനിസത്തിന് അങ്ങനെ തന്നെ. ഒന്നെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻസ്, അങ്ങനെ പല രീതി നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു 1-2 പോയിന്റ്സ് നമുക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ പറയാം. എന്താണ്? ഓപ്ഷൻ ഡി യെല്ലോ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ്? സ്റ്റെഫിലോകോക്കസ് ഓറിയസ് മാത്രമല്ല ഒരു പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഓക്കെ, കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റെഫിലോകോക്കസ് ഓറിയസും അതുപോലെ തന്നെ സ്യൂഡോമോണസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയാലും എന്താണ്? ഓപ്ഷൻ ഡി യെല്ലോ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെല്ലോ കളർ പിഗ്മെന്റ് ആയിരിക്കും സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ന്യൂട്രിയന്റ് അഗാറിൽ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ഏതൊക്കെ ഓർഗാനിസംസ് ആണ് പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്യൂഡോമോണാസ്. ഫസ്റ്റ് സ്റ്റെഫിലോകോക്കസ് ഓറിയസിന്റെ കാര്യം പറഞ്ഞു. എന്താണ്? യെല്ലോ കളർ പിഗ്മെന്റ് ആയിരിക്കും. അതിലെന്താണ്? സ്റ്റെഫൈലോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും ഉണ്ടാവുക. ഒരു ന്യൂട്രിയന്റ് അഗാറിൽ സ്റ്റെഫിലോകോക്കസ് ഓറിയസിന്റെ ഒരു കോളനിയാണ്. ഓക്കെ, ഒരു ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഒരു കോളനിയാണ്. ഇതാണ് സ്റ്റെഫിലോകോക്കസ് ഓറിയസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. യെല്ലോ കളർ പിഗ്മെന്റ് പ്രൊഡ്യൂസിംഗ് ബൈ സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. ഓക്കെ, ഈ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണാസ് തന്നെയാണ്. ഇത് രണ്ടും സ്യൂഡോമോണാസ് ആണ്. ന്യൂട്രിയന്റ് അഗാറിൽ വന്നിട്ടുള്ള 2 സ്യൂഡോമോണാസ് ആണ്. ഓക്കെ, അപ്പോൾ സ്യൂഡോമോണാസിന് എപ്പോഴും എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പയോസയാനിൻ, പയോറൂബിൻ, പയോവേർഡിൻ, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താണ് പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പിഗ്മെന്റ്സിനും ഓരോ കളേഴ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്യൂഡോമോണസിന്റെ കേസിൽ നമ്മൾ പിഗ്മെന്റ് പ്രൊഡക്ഷൻ തന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ പിഗ്മെന്റ്സിനും ഓരോ കളറുകളാണ്. ഓക്കെ, പയോസയാനിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ ആയിരിക്കും ഉണ്ടാവുക. പയോറൂബിൻ എന്ന് പറയുമ്പോൾ റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക. പയോമെലാനിൻ എന്ന് പറയുമ്പോൾ ബ്രൗണിഷ് കളർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അത്തരത്തിൽ ഓരോന്നിനും ഓരോ കളേഴ്സുകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓരോ പിഗ്മെന്റ്സും അതിന്റെ കളറുകൾ ഏതൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള സ്യൂഡോമോണസ് എയറോജൻസിന്റെ പയോസയാനിനും പയോറൂബിനും കൊടുത്തിട്ടുണ്ട്. പയോസയാനിൻ എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂയിഷ് ഗ്രീനിഷ് കളർ ആയിരിക്കും ഉണ്ടാവുക. പയോറൂബിൻ എന്ന് പറയുമ്പോൾ റെഡിഷ് കളർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, രണ്ടും സ്യൂഡോമോണാസ് തന്നെയാണ്. പറഞ്ഞിരിക്കുക സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് കോമൺലി കാണുന്നത് ഈ ഒരു ഗ്രീനിഷ് കളർ ആണെങ്കിൽ പോലും മറ്റു റെഡ് കളറും മറ്റുള്ള എന്താ പറയുക ബ്രൗണിഷ് കളറും ഒക്കെ എന്താണ് പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്യൂഡോമോണാസ് സ്ട്രെയിൻസുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അല്ലാതെ ഒരു ഗ്രീൻ കളർ മാത്രമല്ല സ്യൂഡോമോണാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് 2 എക്സാമ്പിൾ ആണ് സ്യൂഡോമോണാസ്, സ്റ്റെഫിലോകോക്കസ് ഓറിയസ്.
പിന്നെ മറ്റുള്ള കുറച്ച് ഓർഗാനിസംസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെഫിലോക്കസ് എപ്പിഡെർമിഡിസ്. എപ്പിഡെർമിഡിസും എന്താണ് സ്റ്റെഫിലോക്കസ് ഓറിയസും തമ്മിൽ നമുക്ക് മെയിൻലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ അതിന്റെ പിഗ്മെന്റ് ആണ്. കാരണം ഓറിയസ് എന്ന് പറയുന്ന ഗോൾഡൻ യെല്ലോ കളർ വരുന്നത് സ്റ്റെഫിലോക്കസ് സ്പീഷീസിൽ പെട്ടിട്ടുള്ള സ്റ്റെഫിലോക്കസ് ഓറിയസിനാണ് എന്താ ഗോൾഡൻ യെല്ലോ കളർ വരുന്നത്. മറ്റുള്ള ഒരുപാട് കോൺസ് ഉണ്ടല്ലോ, നമ്മൾ കൊയാഗുലസ് നെഗറ്റീവ് സ്റ്റെഫിലോക്കസ് കൊയാഗുലസ് നെഗറ്റീവ് സ്റ്റെഫിലോക്കോക്കസ് എന്ന് പറയുന്ന കോൺസ്, ഈ കോൺസ് എന്ത് ചെയ്യുന്നു, വൈറ്റ് കളർ പിഗ്മെന്റ് വൈറ്റ് കളർ ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും കാണപ്പെടുന്നത്. അവിടെ എന്താണ് ഒരു യെല്ലോ കളർ പിഗ്മെന്റ്സ് ഒന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് സ്റ്റെഫിലോക്കസ് എപ്പിഡെർമിഡിസ് എന്ന് പറയുന്നത് എന്താണ് വൈറ്റ് കളറുള്ള കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തേക്കാം സ്റ്റെഫിലോക്കസ് എപ്പിഡെർമിഡിസ് ഏത് കളർ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ യെല്ലോ കളർ എഴുതരുത്. കാരണം യെല്ലോ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് സ്റ്റെഫിലോക്കസ് ഓറിയസ് ആണ്. ഓക്കെ, മറ്റുള്ള ഒട്ടുമിക്ക മെജോറിറ്റി ഓഫ് ദി സ്റ്റെഫിലോക്കസ് സ്പീഷീസുകളും എന്താണ് വൈറ്റ് കളറിലാണ് കോളനീസ് കാണുന്നത്, പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, പറഞ്ഞു മനസ്സിലായല്ലോ. പിന്നെ അടുത്ത സ്യൂഡോമോണസ് എയർജിനസ് ഒരു ഗ്രീനിഷ് കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് പിഗ്മെന്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ കളർ മാറും. പിന്നെ നെക്സ്റ്റ് ആണ് ക്രോമബാക്ടീരിയം വയലേഷ്യം എന്ന് പറയുന്നത്. ക്രോമബാക്ടീരിയം വയലേഷ്യം എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു, വയലറ്റ് കളർ, അതിന് പേരിൽ തന്നെ എന്താണ് വയലറ്റ് കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളനി ഉണ്ടോ, വയലറ്റ് കളറിലായിട്ടുള്ള ഒരു ഡീപ്പ് വയലറ്റ് കളറിലുള്ള ഒരു കോളനി ആയിരിക്കും ക്രോമബാക്ടീരിയം വയലേഷ്യത്തിന് കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സെറേഷ്യ മാർസൻസ്, സെറേഷ്യ കാണിക്കുന്നത് റെഡ് കളർ പിഗ്മെന്റ്, വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിഗ്മെന്റ് ആയിരിക്കും. റെഡ് കളർ പിഗ്മെന്റ് ആണ് സെറേഷ്യ കാണിക്കുന്നത്. മറ്റുള്ളതൊക്കെ അത്ര മിസ്ലേനിയസ് ആയിട്ടുള്ളതാണ്. കൊക്കൂരിയ റോസി എന്ന് പറയുന്ന ഒരു പിങ്ക് കളർ ആയിരിക്കും. മൈക്രോകസ് ലൂട്ടിയസ് എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ യെല്ലോ കളർ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റെഫിലോക്കോക്കസ് ഓറിയസ്, സ്യൂഡോമോണസ് എയറജിനോസ, ക്രോമബാക്ടീരിയം വയലേഷ്യം, സെറേഷ്യ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കുക, ഇതിന്റെ ഓരോന്നിന്റെയും കളറുകൾ. ഓക്കെ, സ്യൂഡോമോണാസിന് തന്നെ ഡിഫറെന്റ് പിഗ്മെന്റ്സുകളും അതിന്റെ കളേഴ്സുകളും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് തന്നെയാണ് പറയുന്നത്. ക്രോമബാക്ടീരിയം വയലേഷ്യം ഇസ് വൈറ്റ് കളർ, സെറേഷ്യ മാർസൻസ് റെഡ് ആണ്. അവിടെ എന്താ പ്രൊഡിജിയോസിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ സ്റ്റെഫിലോക്കസ് ഓറിയസ്. വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെഫിലോക്കസ് എപ്പിഡെർമിഡിസ്. ഫ്ലോറസൻ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ ആണെങ്കിൽ സ്യൂഡോമോണസ് എയർജിനോസ, അതിൽ പയോസയാനിൻ പോലെയുള്ള പിഗ്മെന്റ്സ് ഉണ്ടാവുക. ഇനി ഫ്ലോറസന്റെ യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസിന്റെ തന്നെ സ്യൂഡോമോണസ് ഫ്ലോറസൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ആയിരിക്കും. പയോവഡിൻ ഫ്ലോറസീൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ സ്യൂഡോമോണസിന് ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓരോന്നിന്റെ കളറുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതുപോലെ ആയിരിക്കും നമുക്കൊരു ന്യൂട്രിയന്റ് ആകാറുണ്ട്. ഡിഫറെന്റ് ഓർഗാനിസംസ് ഡിഫറെന്റ് കളറായിട്ട് പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണപ്പെടും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ പിഗ്മെന്റ് പ്രൊഡക്ഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. മെയിൻലി ചോദിക്കുന്നത് സ്റ്റെഫിലോക്കസ് ഓറിയസും സ്യൂഡോമോണാസും ഒക്കെ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ മീഡിയം ഈസ് യൂസ്ഡ് ഫോർ ഐസൊലേറ്റ് ഫംഗൈ. ഫംഗൈക്ക് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ മീഡിയ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് പറയാൻ എന്താണ് സ്പെഷ്യൽ. ഓപ്ഷൻ എ സ്റ്റാബ്ലോഡെസ്ട്രോസ് അഗാർ, ഓപ്ഷൻ ബി ക്ലഡ് അഗാർ, ഓപ്ഷൻ സി TCBS, ഓപ്ഷൻ ഡി ഡിയോക്സിസ് കൊളൈഡ് സിട്രേറ്റ് അഗാർ. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ആൻസറിൽ മിസ്റ്റേക്ക് വന്നതാണ്. ഇതെല്ലാം സാബ്രോഡെസ്ട്രോസ് അഗാർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. SDA അത് കോമൺലി നമുക്ക് നോർമലി അറിയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫംഗൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സാബ്രോഡെസ്ട്രോസ് അഗാർ. SDA ആണെന്ന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. SDA വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് SDA എന്ന് പറയുന്നത്. മെയിൻലി മൈക്കോളജി എന്ന ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് SDA സാബ്രോഡെസ്ട്രോസ് അഗാർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ അതിന്റെ കണ്ടൻസ് ചോദിക്കാം, അതിന്റെ PH പലപ്പോഴും ചോദിക്കുന്നത് PH ഓഫ് ദ SDA. അതേപോലെ തന്നെ ന്യൂട്രൽ SDA എന്താണ് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ അതിൽ വരുന്ന കോളനീസിന്റെ കാര്യങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചോദിച്ച് കാണാറുള്ളത്. SDA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. മൈക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് SDA മീഡിയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് ഫംഗൈക്ക് യൂസ് ചെയ്യുന്ന മീഡിയ ഏതാണെന്നുള്ളത് സാബ്രോഡെസ്ട്രോസ് അഗാർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായാലും. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്, അത് നോക്കണ്ട. അപ്പോൾ സാബ്രോഡെസ്ട്രോസ് അഗാറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന് ലോ PH ആയിരിക്കും, അസിഡിക് PH ആയിരിക്കും. PH 5.6 ആണ് അതിന്റെ PH എന്ന് പറയുന്നത്. ഓക്കെ, സാബ്രോഡെസ്ട്രോസ് അഗാറിന്റെ PH എന്ന് പറയുന്നത് 5.6 ആണ്. ഓക്കെ, അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 1% പെപ്റ്റോൺ, 4% ഡെക്സ്ട്രോസ് ആൻഡ് അഗാർ ആയിരിക്കും പ്രസന്റ് ആയിരിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് പെപ്റ്റോൺ, ഡെക്സ്ട്രോസ്, അഗാർ. ഓക്കെ, PDA. ഓക്കെ, PDA ആണ് അതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. പെപ്റ്റോൺ, ഡെക്സ്ട്രോസ്, അഗാർ. 1% പെപ്റ്റോൺ, 4% ഡെക്സ്ട്രോസ്, അഗാർ. അതിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് 1% പെപ്റ്റോൺ, ഡെക്സ്ട്രോസ് 4% ആണ് എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന്റെ കണ്ടന്റും അതിന്റെ PH ഉം കിട്ടുമല്ലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് എമ്മൺസ് മോഡിഫിക്കേഷൻസ്. എമ്മൺസ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമ്മൺസ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡെക്സ്ട്രോസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു, 2% ആക്കി മാറ്റുന്നു. ആ പെപ്റ്റോൺ എന്ത് ചെയ്യുന്നു,
നോർമൽ പെപ്റ്റോൺ അല്ല നിയോപെപ്റ്റോൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1%. 1% നിയോപെപ്റ്റോണും 2% ഡെക്സ്ട്രോസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ SDA പ്രിപ്പയർ ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ pH എന്ന് പറയുന്നത് ന്യൂട്രൽ റേഞ്ച് ആയിരിക്കും. ഏകദേശം 6.9 പ്ലസ് ഓർ മൈനസ് 0.2, അത് ഏകദേശം ഒരു 7 pH ആയിരിക്കും അതിന്റെ pH എന്ന് പറയും. ന്യൂട്രൽ pH ആയിരിക്കും എമ്മൺസ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള SDA ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ നോർമലി ഒരു SDAയുടെ pH എന്ന് പറയുന്നത് 5.6 ആണെങ്കിൽ എമ്മൺസ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള SDAയുടെ pH എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, റിലേറ്റഡ് ടു 7, 6.9 അല്ലെങ്കിൽ 7.2 ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതുമായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള pH നിങ്ങൾ എന്ത് ചെയ്യാം, എമ്മൺസ് മോഡിഫിക്കേഷന് കൊടുക്കുക. അതിന്റെ പ്രത്യേകത എന്താണ്? നോർമലി നമ്മൾ 1% പെപ്റ്റോണും 4% ഡെക്സ്ട്രോസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എമ്മൺസ് മോഡിഫിക്കേഷൻസിൽ 2% ഡെക്സ്ട്രോസും 1% നിയോപെപ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ? അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാം. എങ്ങനെ 4% ഡെക്സ്ട്രോസ് യൂസ് ചെയ്യുന്നു, എമ്മൺസ് മോഡിഫിക്കേഷനിൽ അതിന്റെ ഹാഫ് യൂസ് ചെയ്യുന്നു, ഡെക്സ്ട്രോസിന്റെ 1/2% ആണ് യൂസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള പല രീതിക്കും ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചേക്കാം. SDA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് SDA റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ SDAയിൽ ഈ കാര്യങ്ങൾ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈസ്റ്റ് കോളനീസ് ആണെന്നുണ്ടെങ്കിൽ ക്രീമി കോളനീസ് ആയിരിക്കും മെയിൻലി കാണപ്പെടുക. ഓക്കെ, അതേപോലെ തന്നെ മോൾഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. കോട്ടൺ വൂളി അപ്പിയറൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സാബ്രോഡെസ്ട്രോസ് അഗാർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following dimorphic fungi is medically important human pathogen that can cause severe respiratory infections? That is dimorphic fungi വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഷുവർ ആണ് എല്ലാ വരുന്ന എക്സാമിനും ഡൈമോർഫിക് ഫംഗൈ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ റീസെന്റ് നടന്നിട്ടുള്ള ഒരു 80% ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൈമോർഫിക് ഫംഗൈ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്താണ് 37°C ഈസ്റ്റ് ഫോം, 25°C മോൾഡ് ഫോം ആയിട്ട് കാണുന്നത്. മിക്കവാറും അതിന്റെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്ക ടൈമിലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ഈസ് ദ ഡൈമോർഫിക് ഫംഗൈ ദാറ്റ് കോസിങ് സിവിയർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഡൈമോർഫിക് ഫംഗൈ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ്. ഓപ്ഷൻ എ ആസ്പെർഗില്ലസ് നിൽക്കുന്നത്, അവരെന്താണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. പക്ഷെ എന്താണ് അവര് ഡൈമോർഫിക് ഫംഗൈ അല്ല. ഓപ്ഷൻ ബി ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, അത് ഡൈമോർഫിക് ഫംഗൈ ആണ്. അവരെന്താണ് ഹിസ്റ്റോപ്ലാസ്മ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഡിസീസ് അല്ലേ കോസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഓക്കെ ആണ്. ഓപ്ഷൻ സി ക്രിപ്റ്റോകസ് നിയോഫോമൻസ് ആണ്, ഇവർ മെയിൻലി മെനിഞ്ചൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. ഇവർ നോട്ട് എ ഡൈമോർഫിക് ഫംഗൈ ആണ്. പിന്നെ മ്യൂക്കർ ആണെങ്കിലും മ്യൂക്കർ റെസിമോസിസ് ആണെങ്കിലും എന്താണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെന്താ ഡൈമോർഫിക് ഫംഗൈ അല്ല. ഓക്കെ, ഇവിടെ എന്താണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഡൈമോർഫിക് ഫംഗൈയുടെ എക്സാമ്പിൾസുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഡൈമോർഫിക് ഫംഗൈ ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നോട്ട് എ ഡൈമോർഫിക് ഫംഗൈ അങ്ങനെ ചോദിച്ചേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ ഫോളോയിങ് ഇസ് എ സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗൈ. ഓക്കെ, അങ്ങനെ അത്തരം ചോദിക്കാം. ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗൈ ഏതാണെന്നുള്ളത്. ആകെ ഒരേ ഒരു സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗൈ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് സ്പോറോത്രിക്സ് ഷെങ്കി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്താണ് സിസ്റ്റമിക്കിൽ വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് സിസ്റ്റമിക് എന്താണ് ഡൈമോർഫിക് ഫംഗൈ അങ്ങനെ ചോദിച്ചേക്കാം. അപ്പൊ പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഡൈമോർഫിക് ഫംഗൈയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഡൈമോർഫിക് ഫംഗൈയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇത്ര എണ്ണമാണ് വരുന്നത്. ഡൈമോർഫിക് ഫംഗൈ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താണ് 25°C മോൾഡ് ഫോമും 37°C ഈസ്റ്റ് ഫോം ആയിട്ടും കാണുന്നതാണ്. ഇതിൽ ഓരോ ഓർഗാനിസത്തിനും ഓരോ ഈസ്റ്റ് ഫോംസ് ഒക്കെയാണ് കാണുന്നത്. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ പോകേണ്ടത് ആവശ്യമില്ല. നമ്മൾ ഓരോ ഫംഗസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക ഡൈമോർഫിക് ഫംഗൈയുടെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് നമുക്കുണ്ട്. അപ്പൊ അത് എന്താണ് BSc P²HD അല്ലെങ്കിൽ BSc PhD എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്, സ്പോറോത്രിക്സ് ഷെങ്കി, കോക്സിഡിയോയിഡ്സ് ഇമ്മൈറ്റിസ്, പാരാകോക്സിഡിയോയിഡ്സ് ബ്രസീലിയൻസിസ്, പെൻസിലിയം മാർനഫി ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം. ഏതൊക്കെയാണ്? ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്, സ്പോറോത്രിക്സ് ഷെങ്കി, കോക്സിഡിയോയിഡ്സ് ഇമ്മൈറ്റിസ്, പാരാകോക്സിഡിയോയിഡ്സ് ബ്രസീലിയൻസിസ്, പെൻസിലിയം മാർനഫി ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം. ഇത്ര എണ്ണാണത്, ഈ 6 എണ്ണാണത് നമ്മൾ ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് BSc PhD എന്ന് ഓർത്തിരിക്കുക. അതായത് നമ്മൾ BSc കഴിഞ്ഞിട്ട് നേരെ PhDക്ക് പോയിരുന്നു. ഓക്കെ, അയാൾ MSc കഴിയാതെ ഡയറക്റ്റ് BSc കഴിഞ്ഞ് ഡയറക്റ്റ് PhD എടുത്താണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരാളാണ്. ഓക്കെ, അപ്പൊ BSc കഴിഞ്ഞ് PhDക്ക് പോയി. അങ്ങനെ ഓർത്തിരിക്കുക. എന്താണ് BSc
PhD, BSc കഴിഞ്ഞു PhDക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്താണ് ബി ഫോർ ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്. ഓക്കെ, അങ്ങനെയൊക്കെ കോഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ബി ഫോർ ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്, എസ് ഫോർ സ്പോറോത്രിഷങ്കി, സി ഫോർ കോക്സിഡോസിമൈറ്റിസ്, പി ഫോർ പാരാകോക്സിഡോസ് ബസിലിയൻസിസ്. ആ പിക്ക് എന്താണ് 2 ഉണ്ട്. PhDക്ക് എന്താണ് കുറച്ച് കട്ടി കൂടുതലാണ്, പി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ 2 പി ഉണ്ട്. എന്താണ് പെൻസിലിയം മാർണഫ്യൂ ഉണ്ട്, പാരാകോക്സിഡോസ് ബസിലിയൻസിസ് ഉണ്ട്. ദെൻ H ഫോർ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം. ഓക്കെ, ആ ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈമോർഫിക് ഫംഗി. അത്രേ ഉള്ളൂ. ഓക്കെ, മാറിപ്പോയരുത്. ക്ലാസ്സിൽ കോഡ് നിങ്ങൾ മറന്നു പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ഈ പേരുകൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിലുള്ള കോഡ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു ചെറിയൊരു കോഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കോഡുകൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, BSc PhD എന്ന് ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 6 ഓർഗാനിസത്തിന്റെ പേര് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഓർഗാനിസം അല്ല, എന്താണ് ഡി എന്ന് പറയുന്നത് ഡൈമോർഫിക് ഫംഗി എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ 6 ഓർഗാനിസത്തിന്റെ പേരിട്ടില്ല. ഇത് തന്നെയാണ് എപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഈ പേരുകൾ ഇതിൽ സ്പോറോത്രിഷങ്കി എന്ന് പറയുന്നതാണ് ഓൺലി വൺ സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ RNA വൈറസ്. RNA വൈറസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അഡിനോ വൈറസ്, ഓപ്ഷൻ ബി റോട്ടാ വൈറസ്, ഓപ്ഷൻ സി റെൻഡ്രോ വൈറസ്, ഓപ്ഷൻ ഡി ഹാൻഡ വൈറസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് RNA വൈറസ് അല്ലാത്തത്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ ഏതൊക്കെയാണ് DNA വൈറസ്, ഏതൊക്കെയാണ് RNA വൈറസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കുറച്ചധികം വൈറസുകളുടെ പേരുകളുണ്ട്. അപ്പോൾ അതിൽ DNA വൈറസ് ആണ് കുറച്ച് കുറവുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് DNA വൈറസുകൾ പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ DNA വൈറസുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് RNA വൈറസ് എന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം എന്താണ് വേറെയും കുറെ മിസ്ലേനിയസ് ആയിട്ടുള്ള DNA വൈറസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മെജോറിറ്റി കോമൺലി അത്തരത്തിലുള്ള നമുക്ക് അറിയാവുന്ന വൈറസുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA വൈറസുകൾ പഠിച്ചു വെക്കുക. DNA വൈറസുകൾ കുറച്ചെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിന്റെ പേരുകൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതൊക്കെ RNA വൈറസ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ which are the enveloped virus, which are non-enveloped virus. അല്ലെങ്കിൽ ചോദിക്കാം which is the enveloped DNA virus. അതായത് DNA വൈറസിൽ enveloped ഉള്ളത് ഏതാണ്, ഈ DNA വൈറസിൽ നോൺ enveloped ആയുള്ള വൈറസ് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ സിമെട്രി ഹെലിക്കൽ സിമെട്രി ഉള്ള വൈറസ് ഏതാണ്, ഐക്കോസൈറ്റ് ഹെലികൽ സിമെട്രി ഉള്ള വൈറസ് ഏതാണ്, അല്ലെങ്കിൽ RNA വൈറസിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് സെൻസ് RNA ഉള്ള വൈറസ് ഏതാണ്, പോസിറ്റീവ് സെൻസ് RNA ഉള്ള വൈറസ് ഏതാണ്, സെഗ്മെന്റഡ് വൈറസ് ഏതാണെന്നുള്ള പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടാബിൾ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടാബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ പേരുകൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന DNA വൈറസുകളുടെ എക്സാമ്പിളുകൾ. DNA വൈറസിന്റെ എക്സാമ്പിൾ പഠിക്കുന്നു, ബാക്കിയുള്ളത് RNA വൈറസ് എന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ എൻവലപ്ഡ് വൈറസ്, നോൺ എൻവലപ്ഡ് വൈറസ്. ഓക്കെ, അതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ RNA വൈറസ് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അഡിനോ വൈറസ്, ഓപ്ഷൻ ബി റോട്ടാ വൈറസ്, ഓപ്ഷൻ സി എൻട്രോ വൈറസ്, ഓപ്ഷൻ ഡി ഹാൻഡ വൈറസ്. എന്താണ് അഡിനോ വൈറസ് എന്ന് പറയുന്നത് ഒരു DNA വൈറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതാണ് ആൻസർ എന്ന് പറയുന്നത്. നോട്ട് RNA വൈറസ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് ആ നോട്ടൊക്കെ വിട്ടുപോകരുത്, കാരണം നോട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് നോട്ട് എൻ RNA വൈറസ് എന്ന് ചോദിച്ചിട്ടുള്ളത്. RNA വൈറസ് അല്ലാത്തത് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഏതാണ് DNA വൈറസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് അഡിനോ വൈറസ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, DNA വൈറസും RNA വൈറസും നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഓക്കെ, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് DNA വൈറസുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ DNA വൈറസിൽ തന്നെ എന്താണ് ഡബിൾ സ്റ്റാൻഡേർഡും ഉണ്ട്, സിംഗിൾ സ്റ്റാൻഡേർഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഓൾ DNA വൈറസ് ആർ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സെപ്റ്റ് പാറോ വൈറസ് എന്നാണ് പറയുന്നത്. പാറോവൈറുടെ അല്ലാത്ത പാറോ വൈറസ് മാത്രമാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. പാറോ വൈറസ് എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബാക്കിയുള്ളതെല്ലാം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ DNA വൈറസ് ഐക്കോസഹെഡ്രൽ സിമെട്രി ആണ്. പോക്സ്വിയുടെ മാത്രമാണ് അത് ഐക്കോസഹെഡ്രൽ സിമെട്രി അല്ലാത്തത്. അതിനൊരു കോംപ്ലക്സ് സിമെട്രി ആണ് വരുന്നത്. അതേപോലെ തന്നെ റിപ്ലിക്കേഷൻ ഹോസ്റ്റ് ന്യൂക്ലിയസിലാണ് നോർമലി റിപ്ലിക്കേഷൻ നടക്കുന്നത് എല്ലാ DNA വൈറസുകളും, പക്ഷേ എക്സെപ്റ്റ് പോക്സ് വൈറസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എൻവലപ്ഡ് വൈറസ് ഉണ്ട്, നേക്കഡ് DNA വൈറസ് ഉണ്ട്. നേക്കഡ് DNA വൈറസിൽ പെട്ടാണ് പാറോ വൈറസ്, പോളിയോമോ വൈറസ്, പാപ്പിലോമോ വൈറസ്, അഡിനോ വൈറസ്. എൻവലപ്ഡ് DNA വൈറസിൽ പെട്ടാണ് പോക്സ് വൈറസ്, ഹെർപ്പിസ് വൈറസ്, ഹെപ്പാറ്റിന വൈറസ്. ഓക്കെ, നമ്മുടെ HBV ഒക്കെ ഉണ്ടല്ലോ, ഹെപ്പറ്റൈറ്റിസ് ബി, അതൊക്കെയാണ് ഹെപ്പാറ്റിന വൈറസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ HSV1, EBV, CMV, BZV അതൊക്കെയാണ് ഹെർപ്പിസ് വൈറസിൽ വരുന്നത്. ഓക്കെ, സ്മോൾ പോക്സ്, വേരിയോളൊക്കെയാണ് അത് പോക്സ് വൈറസിൽ വരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ പാപ്പിലോമയിൽ വരുന്നതാണ് HPV, പാപ്പിലോമ വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV. അതേപോലെ തന്നെ പോളിയോമയിൽ വരുന്നതാണ് BKV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോറി,
പാർവോ വൈറസിലാണ്, പാർവോ വൈറസ് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്മോളസ്റ്റ് വൈറസ് എന്ന് പറയുന്നത്. അഡിനോ വൈറസ് എന്ന് പറയുന്നത് സ്പേസ് വെഹിക്കിൾ ഷേപ്ഡ് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ് എൻവലപ്ഡ്, ഏതൊക്കെയാണ് നോൺ എൻവലപ്ഡ്, ഏതാണ് ഡബിൾ സ്റ്റാൻഡേർഡ്, ഏതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ്, അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതൊക്കെയാണ് DNA വൈറസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളതൊക്കെ എന്താണ് RNA വൈറസ് ആണെന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് DNA വൈറസ് ഏതാണെന്നുള്ളത് കിട്ടി. അപ്പൊ ഇതല്ലാതെ ബാക്കി വരുന്നതൊക്കെ എന്താണ് RNA വൈറസ് എന്നുള്ളത് പറയും. RNA വൈറസ് അതുപോലെ വരുന്നുണ്ട്, എന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് മെജോറിറ്റി ഓഫ് ദ RNA വൈറസ് എക്സെപ്റ്റ് റിയോ വൈറസ് ആണ്. റിയോ വൈറസ് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് സെഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ്. അതേപോലെ തന്നെ ഹെലിക്കൽ സിമെട്രി ആണ് മെജോറിറ്റി ഓഫ് ദ RNA വൈറസ് എക്സെപ്റ്റ് റിയോ വൈറസ്, പൈക്കോണോ വൈറസ്, ടൊഗ വൈറസ്, ഫ്ലാവി വൈറസ്, കാൽസി വൈറസ്, റാപ്ഡോ വൈറസ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ റെപ്ലിക്കേഷൻ ഹോസ്റ്റ് സൈറ്റോപ്ലാസ്റ്റിലാണ് നോർമലി നടക്കുന്നത് എക്സെപ്റ്റ് റിട്രോ വൈറസ് ആൻഡ് ഓർത്തോമിക്സോ വൈറസ്. ഓക്കെ, അതിൽ എൻവലപ്ഡ് വൈറസും നോൺ എൻവലപ്ഡ് വൈറസും പറയുന്നുണ്ട്. അതിന്റെയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു പിക്ചർ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വൈറസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് വളരെ കോമൺ ആയിട്ടുള്ള വൈറസുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് DNA വൈറസ് അറ്റ്ലീസ്റ്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊക്കെയാണ് DNA വൈറസ്, ഏതൊക്കെയാണ് RNA വൈറസ്. അതിൽ നിന്നും തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ് എൻവലപ്ഡ്, ഏതൊക്കെയാണ് നോൺ എൻവലപ്ഡ്, ഏതാണ് ഡബിൾ സ്റ്റാൻഡേർഡ്, ഏതാണ് ഹെലിക്കൽ സിമെട്രി, ഏതാണ് ഐക്കോസാൻഡൽ സിമെട്രി, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് വൈറസുകളും പേരുകളും വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അത് എഴുതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ DNA വൈറസ്, RNA വൈറസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതും അതിന്റെ കുറച്ച് എക്സാമ്പിളുകളാണ് കൊടുത്തിട്ടുള്ളത്. RNA വൈറസ്, DNA വൈറസിന് കുറച്ച് എക്സാമ്പിളുകളാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വൈറൽ DNA. വൈറൽ DNAയുടെ ഡിറ്റക്ഷൻ മെത്തേഡ് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നോർത്തേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ ബി സദേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ സി ഈസ്റ്റേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ ഡി വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. എല്ലാം ബ്ലോട്ടിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻസ് വരും. ഓക്കെ, എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഏതാണ് സദേൺ ബ്ലോട്ടിംഗ്, ഏതാണ് നോർത്തേൺ ബ്ലോട്ടിംഗ്, ഏതാണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്നുള്ളത്. ചിലപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കാം, എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സദേൺ ബ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർത്തേൺ ബ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ചോദിച്ചേക്കാം. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമുക്കൊരു കോഡ് പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്, വൈറൽ DNAക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ദറ്റ് ഈസ് സദേൺ ബ്ലോട്ടിംഗ് ആണ്. സദേൺ ബ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ വൈറൽ DNA ഡിറ്റക്ട് ചെയ്യാൻ DNA ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സദേൺ ബ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. സ്നോ ഡ്രോപ്പ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് സ്നോ ഡ്രോപ്പ്? മഞ്ഞുതുള്ളി എന്ന് ഓർത്തിരിക്കുക, സ്നോ ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ നല്ല മഞ്ഞുകാലൊക്കെ അല്ല, അപ്പൊ അതുകൊണ്ട് എന്താണ് സ്നോ ഡ്രോപ്പ് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുക. എന്താണ് സ്നോ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നോ എന്ന് പറയുന്നത് എന്താണ്, S ഫോർ സദേൺ, N ഫോർ നോർത്തേൺ, O എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, W എന്ന് പറയുന്നത് വെസ്റ്റേൺ. ഓക്കെ, ആൻഡ് ഡ്രോപ്പിന്റെ D ഫോർ DNA, R ഫോർ RNA, O എന്ത് ചെയ്യാം, നമുക്ക് സ്കിപ്പ് ചെയ്യാം, ആൻഡ് P ഫോർ പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ സ്നോ ഡ്രോപ്പ് ഇതുപോലെ തന്നെ ഓർത്തുക. സ്നോ ഡ്രോപ്പ്, സ്നോ എന്ന് പറയുന്നത് സദേൺ, ഡ്രോപ്പിന്റെ D DNA, സദേൺ DNA, നോർത്തിന്റെ N നോർത്തേൺ, ആൻഡ് RNAയുടെ ഡ്രോപ്പിന്റെ R RNA, O സ്കിപ്പ് ചെയ്യാം. പിന്നെ ബാക്കി സ്നോന്റെ W വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, ആൻഡ് ഡ്രോപ്പിന്റെ P പ്രോട്ടീൻ. ഇതിങ്ങനെ രണ്ട് എന്താണ് പറയുക, രണ്ട് സെന്റൻസ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. അതായത് സദേൺ ബ്ലോട്ടിംഗ് DNA, നോർത്തേൺ ബ്ലോട്ടിംഗ് RNA, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീൻ. മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. സ്നോ ഡ്രോപ്പ് എന്ന് ഓർത്തിരിക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒന്നാണ്. എന്താണ് സ്നോ ഡ്രോപ്പ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് സ്നോ ഡ്രോപ്പ്? S ഫോർ സദേൺ ബ്ലോട്ടിംഗ്, D ഫോർ DNA, N ഫോർ നോർത്തേൺ ബ്ലോട്ടിംഗ്, R ഫോർ RNA, W ഫോർ വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, P ഫോർ പ്രോട്ടീൻ. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. ഇതൊക്കെ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുമായി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറെ കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തുടർന്നും അതുപോലുള്ള നമ്മുടെ വീഡിയോസുകൾ നിങ്ങൾ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് കാണുക. ഓക്കെ, താങ്ക് യു.